ഓ ഇതെത്ര നേരമായി ഒരു 1.5 ടൺ സാധനമെങ്കിലും ഇപ്പൊ അമ്മൂത്ത് വാരിത്തേറ്റ് കാണും. എന്തിനു നാറ്റം അത് ചോദിച്ചാലേ ബോധം കെട്ട് വീഴും. അവള് വീഴണം, അതും ഒറ്റ നോട്ടത്തിൽ തന്നെ. ഗൾഫിൽ വെച്ച ഈ ഫോട്ടോ എന്റെ കയ്യിൽ കിട്ടിയത്, അതും 10-20 പെൺകുട്ടികളുടെ ഫോട്ടോയുടെ ഇടയിൽ നിന്ന്. അതിലൊരു പെൺകുട്ടിക്ക് നിറമില്ല, നിറമുണ്ടെങ്കിൽ മുടിയില്ല, മുടിയുണ്ടെങ്കിൽ തടിയില്ല. ഏത് പെൺകുട്ടിക്കൊണ്ട് ഈ 3 ഗുണവും ഉണ്ട് ഉണ്ട് ഉണ്ട്, ഈ പെൺകുട്ടിക്കുണ്ട്. ഇത് കിട്ടിയെന്ന് മുതൽ എന്തോ ഇവളെന്റെ ഭാര്യ ആയതുപോലെ ഒരു തോന്നൽ. ഇവിടെ നോക്കിക്കോടോ, കറക്റ്റ് മാച്ചല്ലേ? ഞാൻ തീരുമാനിച്ചോ മനോഹര, ആദ്യം പെണ്ണ് കാണുക, പിന്നെ ഡേറ്റ് ഫിക്സ് ചെയ്യുക, പിന്നെ കല്യാണം കഴിക്കുക. ഒരു 2 മാസം ഹണിമൂണൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വന്ന് വെറുതെ തോന്നുന്നു. എഴുതി വെച്ചിരിക്കണ്ടല്ലേ പ്രഭു ഇല്ലാന്ന്. അയ്യോ ഇത് ആ പ്രഭു ഇല്ലെന്നല്ല, ഇത് പ്രഭുവില്ല, വീട്ടുപേര്. ആ പ്രഭു ദാ വന്ന്. നല്ല വിദ്യാഭ്യാസ ജ്ഞാനസ്നാനം. വാ വരി വരി, ഒരു കൊലവിളിക്കുള്ള ആളുണ്ടല്ലോ. ഇത് ചെറുക്കന്റെ സ്വന്തം വണ്ടി തന്നെ. എന്റെ സ്വന്തം തന്നെ. എങ്കിൽ അകത്താട്ട് വരി വരി, വരി, വരി. വരി വരി. ഗൾഫി അല്ലേ? അതെ. ഗൾഫി എവിടെ? ഒമാൻ. ഒമാൻ? ഒമാൻ അറിയോ? ഇല്ല. ജോലി എ സി മെക്കാനിക്കാരന് പോയെങ്കിലും ഇപ്പൊ ബിസിനസ് ആണ്. അപ്പൊ വർഷാപ്പുകാരൻ തന്നെ. മാസം എന്തൊരു കിട്ടും? ഒരു 10,000 റിയാൽ കിട്ടും. അപ്പൊ കാശായിട്ടൊന്നും കിട്ടില്ലല്ലേ? അല്ല പെണ്ണെന്ത്? എത്ര വരെ പഠിച്ച്? SSLC. അയ്യേ PA പോലും ഇല്ലല്ലേ? സാറിനേക്കാൾ 6 ക്ലാസ് കൂടുതലുണ്ട്. അല്ല, പോളിടെക്നിക്ക് ചേർന്ന് ഡിപ്ലോമ എടുത്തിരുന്നു. ടിപ്പമാ. അല്ല പെണ്ണിനെ കണ്ടില്ല. ഇയാൾക്ക് എന്തിനത്ര ധൃതി പെണ്ണിനെ കാണാൻ? നീ തന്നെ അല്ലടേ ചെറുക്കൻ? അതെ. യവന്റെ ആരുടെ? കൊച്ചച്ഛൻ. അച്ഛൻ? ഞാനാ. അച്ഛന്റെ അച്ഛന്റെ പേര്? രാമൻകുട്ടി. മരിച്ചുപോയി. എന്തരായിരുന്നു ജോലി? കൃഷി കാര്യങ്ങളൊക്കെ ആയിരുന്നു. കർഷകൻ കർഷകൻ കർഷകൻ. അച്ഛന്റെ അച്ഛന്റെ അച്ഛൻ? കുഞ്ഞിക്കണ്ണൻ. ആ കുഞ്ഞിക്കണ്ണന്റെ അച്ഛൻ? അത് ഓർമ്മയില്ലല്ലേ? അല്ല, അതിലെന്താ ഇത്ര പ്രസക്തി? അത് തറവാടിത്തം അറിയാവല്ലേ? പാരമ്പര്യമുള്ളവരാണെങ്കിൽ എത്ര തലമുറ കഴിഞ്ഞാലും മുൻ തലമുറക്കാരുടെ പേര് പറയും. ഉദാഹരണത്തിന് നമ്മുടെ വേരിത്തമ്പി തവള. ധവളയല്ല ദളവ. എന്തൊരു തവളെങ്കിലും ആവട്ടെ. ലവന്റെ തുടർച്ചക്കാരനെ ലവനെ ഓർക്കണില്ലേ? പേര് പറയണില്ലേ? അതുപോലെ യവനെങ്കിലും നിനക്കൊക്കെ ഉണ്ടോടെ? പെണ്ണെത്തി. അതെന്റെ പെണ്ണാടേ. ഇനി ഇവർക്ക് വല്ലതും സംസാരിക്കാനുണ്ടെങ്കിലാവാം. അകത്തേക്ക് ചെല്ലടാ. അകത്താട്ട് കാറിലും പറയലൊക്കെ കല്യാണം കഴിയെങ്കിൽ. അല്ല, പരസ്പരം ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക്. യാവന് ഇഷ്ടപ്പെട്ട്, പെണ്ണിന്റെ തന്തയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല പൂപ്പ. ഞങ്ങൾക്ക് വേണ്ടത് നല്ല 1-ാം തരം തറവാടുകളാണ് കേട്ടാ. നിനക്കൊന്നും അത് ഇല്ലല്ലേ? ഞങ്ങളുടെ തറവാടത്തെ കുറിച്ച് പറയാൻ നിങ്ങൾ ആരാ? നിങ്ങളുടെ തറവാടത്ത് എന്താണെന്ന് നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. എന്റെ തറവാടുത്തം പറയാം. നീ ആരുടെ? കാര്യം പോടിയകത്ത്. കുറച്ചുകൂടി സൗമ്യമായി സംസാരിക്കണം. അതെ, ഞാനത് പറഞ്ഞു വരായിരുന്നു. കണ്ണി കണ്ട ചണ്ടികൾക്ക് പെണ്ണാലോചിക്കാനുള്ള അല്ല എന്റെ വീട്. ഗൾഫിൽ പോയി പൊരിവെയിലത്ത് പണിയെടുത്ത് കാശുണ്ടാക്കി നിന്നെ ഓർത്ത് അച്ഛൻ അഭിമാനമുണ്ട്. ഇതുപോലുള്ള ബന്ധം അന്വേഷിച്ച് ഈ അച്ഛന്റെ മാനം മറ്റുള്ളവരുടെ മുമ്പിൽ കളയരുത് മോനെ. വാ വാ, തന്നെ തന്നെ ചെല്ലി.